ഹലോ വൺ ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. അമൃത സുരേഷ്, ആക്ടർ ബാല, പാപ്പു, എലിസബത്ത്, കോകില, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ 1-2 മാസം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഭവബഹുലമായ കാര്യങ്ങൾ ഈ 2 മാസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അതൊക്കെ ചർച്ചയാകുകയും ചെയ്തു. കാരണം ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായിരുന്നു. പാപ്പുവിന്റെ വെളിപ്പെടുത്തലിൽ തുടങ്ങിയ ആ സംഭവം അവസാനിച്ചത് ബാലയുടെ അടുത്തൊരു വിവാഹത്തിലാണ്. എന്തായാലും അത് അവിടെ വെച്ച് ചർച്ചകളൊക്കെ കെട്ടടങ്ങിയതാണ്. ഇപ്പോൾ അമൃത സുരേഷിന്റെ സഹോദരിയും അവരുടെ അമൃതം ഗമയ എന്ന ചാനലിലൂടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ട് വന്നിരിക്കുകയാണ്. കാര്യം ശരി, ഈ Q&A അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അമൃതയോടും അനിയത്തിയോടുമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിലും ചോദ്യങ്ങളൊക്കെ പ്രധാനമായിട്ടും കടന്നുപോയിട്ടുള്ളത് അമൃത അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതിന് അമൃത നൽകിയ മറുപടിയാണ് നമ്മളിവിടെ റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ വിവാദങ്ങളൊക്കെ നടന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്ന സമയത്തൊക്കെ പലരും ചോദിച്ച ചില ചോദ്യങ്ങളായിരുന്നു. ഇതുവരെ എന്തുകൊണ്ട് ഇതൊക്കെ പറയേണ്ടെന്ന് വെച്ചു? അമൃതയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ടാണോ അമൃത ഇതൊക്കെ മറച്ചു വെച്ചത് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കടന്നുപോവുകയുണ്ടായി. അതിന് അമൃത കൃത്യമായ മറുപടി പറയാണ് ഇവിടെ. അത് ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യമാണ്. കൃത്യമായ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഇതൊക്കെ പറയാൻ വൈകിയത് കൊണ്ടല്ലേ അമൃതയെ തെറ്റിദ്ധരിച്ചത്? അതിന് അമൃത നൽകുന്ന മറുപടി നോക്കി കേട്ടു നോക്കാം. നമ്മള് രണ്ട് കൈ തട്ടിയാണല്ലോ ശബ്ദം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക, കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് പറയണ്ട, മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാനും നമ്മൾ ഫുൾ ഫാമിലിയും മൊത്തത്തിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് തിങ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡിവോഴ്സ് നടന്ന സമയത്ത് ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ പേരിലായിരുന്നു ഡിവോഴ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡിവോഴ്സ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോത്ത് ദ പാർട്ടീസ് ആർ നോട്ട് അലൗഡ് ടു ടോക്ക് ഓർ ഇൻ്റർഫിയർ ഇൻ ഈച്ച് അതേഴ്സ് പേഴ്സണൽ. അതായത് നമ്മൾ രണ്ടുപേരും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയോ അയാളെക്കുറിച്ച് മോശം പറയുകയോ അയാളെക്കുറിച്ച് പരാമർശിക്കുകയോ മകളെ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരികയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ ഡിവോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വിക്ടിം കാർഡ് ആവുന്ന ഒരു സീനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു വിക്ടിം കാർഡ് കളിക്കേണ്ട, എന്തിനാ വെറുതെ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയണേന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവ നല്ല പേര് പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ മാതിരി തന്നെ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന കുറേയൊക്കെ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഒരു ഉത്തരം ഉണ്ടാവാമായിരുന്നു. അത് ശരിയാണ്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അമൃത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം 2 കൈ തട്ടിയാൽ ഉണ്ടാകുന്ന ശബ്ദം. രണ്ടാമത് കോടതിയിൽ വെച്ച് സൈൻ ചെയ്തിരിക്കുന്ന ഒരു മ്യൂച്വൽ എഗ്രിമെന്റ്. മൂന്നാമതായിട്ട് ഒരു വിക്ടിം കാർഡ് കളിക്കുകയാണോ എന്നുള്ള സംഭവം. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം, 2 പേരും കൈതട്ടിയാലുണ്ടാകുന്ന ശബ്ദം, ഒരുപക്ഷെ ഏറ്റവും അധികം വിവാദമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഡിവോഴ്സ് ആയിരുന്നു ദിലീപ് മഞ്ജു വാര്യറുമായിട്ടുണ്ടായിരുന്ന ഡിവോഴ്സ്. പക്ഷേ ആ വിഷയത്തിൽ ഒരു പരസ്പരം വളരെ ഗ്രേസ്ഫുള്ളായിട്ട് സൂക്ഷിച്ച ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ദിലീപ് നടിയുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള കേസിൽ ദിലീപിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അഭിപ്രായമല്ല എനിക്കുള്ളതെങ്കിൽ കൂടിയും ഈ ഒരു വിഷയത്തിൽ മഞ്ജു വാര്യറാകട്ടെ ദിലീപ് ആകട്ടെ കാണിച്ചിട്ടുള്ള പക്വത, അത് മാതൃകാപരമായ ഒരു കാര്യമാണ്. 2 പേർ തമ്മിൽ പിരിഞ്ഞു പോകുമ്പോൾ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് പിരിഞ്ഞു പോകുക എന്നുള്ളത്. മ്യൂച്വലി ഡിവോഴ്സ് ആകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെളിവാരിയെറിയിൽ ഇല്ലാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഒരു സൈഡിൽ നിന്ന് ചെളിവാരി എറിയുമ്പോൾ പിന്നെയും ചെളിവാരി എറിഞ്ഞു കഴിഞ്ഞാൽ 2 പേരും പരസ്പരം വൃത്തികേടാകുന്നു എന്നതിനപ്പുറം ഇത് കണ്ട സോഷ്യൽ മീഡിയ ഒരു പക്ഷെ പ്രതികരിക്കുമായിരിക്കും, കൈയടിക്കുമായിരിക്കും. പക്ഷേ 2 പേരും പരസ്പരം ചെളിയെറിഞ്ഞ് പരസ്പരം വിരൂപരായി തീരുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, കോടതിയിലുള്ള ഒരു എഗ്രിമെന്റ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യരുതെന്നുള്ള കാര്യം. ഇക്കാര്യത്തിൽ ബാലയാണ് കൂടുതലായിട്ട് ഇടപെട്ടിട്ടുള്ളത്. ഓരോ കാര്യത്തിനും വന്നിരുന്ന് ഇവരെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോഴേക്കും ഇവർ പ്രതികരിക്കാതെ ഇരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈ വിഷയം വന്നത് തന്നെ, സംഭവം ഇങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് മകൾ പാപ്പുവാണ്. പാപ്പു ആ വീഡിയോയിൽ വന്നിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ഇത്രയും കൂലങ്കഷമായിട്ട് സോഷ്യൽ മീഡിയ ചിന്തിക്കുകയും പിന്നീട് അമൃതയുടെ വശം കേൾക്കാൻ തയ്യാറാകുകയും അമൃതയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പേര് സംസാരിക്കുകയും അത് ആളുകൾ അറിയാനും അമൃതയുടെ ഭാഗത്തുള്ള ശരിയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായത്. എന്നിരുന്നാൽ തന്നെയും ഈ ഡിവോഴ്സ്ഡായി പോകുന്നവർ ആ എഗ്രിമെന്റിനുള്ള ഒരു റെസ്പെക്ട് കാണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ തീർന്നല്ലോ, നിങ്ങൾ പരസ്പരം പിരിയാൻ തീരുമാനിച്ചു, പിന്നീട് പിന്നെ ചെളിവാരിയേറേണ്ട ആവശ്യം തിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, വിക്ടിം കാർഡ്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. നമ്മുടെ സമൂഹം പലപ്പോഴും
നമ്മുടെ സമൂഹത്തിൽ ചിലരെങ്കിലും ഈ ഇരകളാക്കപ്പെടുന്ന അല്ലെങ്കിൽ വിക്ടിമാക്കപ്പെടുന്നവർക്കെതിരെ സംസാരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയത്തിൽ അമൃത പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള സമാനമായ വിഷയങ്ങളിൽ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്ടിം കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞൊരു വിമർശനം വരാൻ സാധ്യതയുണ്ട്. ചിലർ സത്യത്തിൽ വിക്ടിം കാർഡ് ഇറക്കാറുണ്ട്. ഒരു വിഷയമായിട്ട് ബന്ധമില്ല എങ്കിലും വെറുതെ വന്നിരുന്ന് കരഞ്ഞു പൊളിച്ച് എന്നെ നശിപ്പിക്കാൻ നോക്കുന്നു, എന്റെ ബിസിനസ് നശിപ്പിക്കാൻ നോക്കുന്നൊക്കെ പറയുന്നവരുണ്ട്. അതും വിക്ടിം കാർഡ് കളിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ കളിക്കുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ ഇരകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇല്ലാതായി പോകുന്നത്. അത് അമൃത പറഞ്ഞ ശരിയാണ്. ഈ ഒരു 3 കാരണം പറഞ്ഞതിലും നമുക്ക് അവരെ തള്ളിപ്പറയാൻ കഴിയില്ല എന്തുകൊണ്ട് പറയാൻ വൈകി എന്നുള്ള കാര്യം. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇത്രയും വൈകിക്കേണ്ടിയിരുന്നില്ല. കുറച്ചുകൂടി നേരത്തെ കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു. കുറച്ചുകൂടി നേരത്തെ കാര്യങ്ങൾ സമൂഹം അറിയേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഇത്രയും അധികം ഒരു എതിർപ്പ് ആദ്യം ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വലിയൊരു ശതമാനം ആളുകളൊക്കെ ഇവരുടെ ഭാഗത്തുള്ള ശരി മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഇതിനെക്കുറിച്ച് അനിയത്തി പറയുന്നുണ്ടെന്ന് കേട്ടോക്കാം നമുക്ക്. അതൊരു നമ്മുടെ ഒരു പഴയ ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരാളായിട്ട് സ്വരച്ചേർച്ച വന്നത് അവസാനിച്ചാൽ അവരുടെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവാന്നുള്ളൊരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കും അവർക്കും ഭയങ്കര ഗുണമായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ കുറേ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായ ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ, സ്പെഷ്യലി ഇപ്പം നമ്മളിപ്പോൾ വീടുകളിലാണെങ്കിൽ തന്നെയും നമ്മൾ നമ്മുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച് നമ്മൾ പറയൂല്ലോ ഇതൊന്നും അല്ല കേട്ടോ കാര്യം എന്നൊക്കെ പറയില്ല. അതുപോലെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളും കൂടിയാണ്. ഇറ്റ്സ് എ ബിഗ് ഫാമിലി. ഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ ബിഗ് ഫാമിലി. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അപ്പോൾ അതുകൊണ്ടാണ് സംഗതി അളമുട്ടിയ ചേരയും കടിക്കും, അതാണ് അവസ്ഥ. ഇവരെ പരമാവധി അത് ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞ എക്സാമ്പിൾ കറക്റ്റാണ്. 2 സുഹൃത്തുക്കൾ തമ്മിൽ പിരിയുമ്പോൾ ആ പിരിഞ്ഞു പോകുന്ന സൗഹൃദമാണെങ്കിലും പിരിഞ്ഞു പോകുമ്പോൾ അത് ഗ്രേസ്ഫുൾ ആയിട്ട് പിരിഞ്ഞു പോവുക. പിന്നീട് സുഹൃത്തായിരുന്ന കാലത്തുള്ള പല കാര്യങ്ങളും കുത്തിപ്പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് അതൊരു നല്ല കാര്യമല്ല. പണ്ടൊക്കെ നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എന്തായാലും ഇതൊരു ചൂണ്ടിക്കാണിക്കലാണ്. ഇനിയും ഇതേപോലുള്ള സംഭവങ്ങൾ ആർക്കുവേണേലും സംഭവിക്കാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന കരുതുന്നവരായിരിക്കും നാളെ അകന്നു പോകുന്നത്. അങ്ങനെ അകന്നു പോകുമ്പോൾ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് പരസ്പരം ബഹുമാനം വെച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നതാണ് അതിൻ്റെ ശരി. ഇനി ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ വിഷയങ്ങളൊക്കെ കടന്നുപോയി ആൾക്കാരൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ടായി, ഈ വിഷയങ്ങൾ ഇങ്ങനെ അവസാനിച്ചു, ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് അമൃതയുടെ മറുപടി ഒന്ന് കേട്ടു നോക്കാം. നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറേ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സങ്കടവും ഒരു വെറുപ്പും ഒരു പ്രത്യേകതരം ഫീലിംഗ് ആയിപ്പോവും. നമ്മൾ എത്ര പോസിറ്റിവിറ്റി ഒക്കെ ചെയ്താലും എത്ര ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ചാലും. അപ്പോൾ അതിനൊക്കെ ഒരു എൻഡ് വന്ന് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞു, ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കുണ്ടായത് ഒരു റിലീഫാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ഒരു 14 ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ട് എന്താ പറയുക, ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, സമാധാനമായിട്ടൊന്ന് ഉറങ്ങി എല്ലാവരും. സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുമ്പോഴേക്കും അല്ലേ. അവരും അവരുടെ ജീവിതത്തിൽ ഒരു പീസ് ഓഫ് മൈൻഡ് കണ്ടെത്തുക. കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു ബുള്ളിയിങ്ങിനും, സൈബർ ബുള്ളിങ് ഇവർക്കെതിരെ അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. സൈബർ ബുള്ളിങ് ഇവർക്കെതിരെ കാര്യമായിട്ട് വന്നിട്ടുള്ള അതിനെക്കുറിച്ചൊരു കമൻറ്റ് ഞാനത് കണ്ടിരുന്നു. അത് ഗോപി സുന്ദറുമായിട്ടുള്ള വിഷയത്തിലാണ്. അത് അനാവശ്യമായൊരു ടോപ്പിക്കാണ്. അവിടെ ഒരു കമൻറ്റ് പറയേണ്ട ആവശ്യം പോലും എനിക്ക് തോന്നിയില്ല. അത്തരം വിഷയത്തിൽ അതൊരു വ്യക്തിയുടെ തീരുമാനമാണ്. ഒരാളൊരു ട്രോമയിൽപ്പെടുമ്പോൾ, ഒരു പ്രശ്നത്തിൽപ്പെടുമ്പോൾ കൂടെ നിൽക്കുന്ന കൂടെ ഒരാൾ ഉണ്ടാവുന്നെന്ന് തോന്നലുണ്ടാകുമ്പോൾ അയാളോട് ചായ്വുണ്ടാകുക സ്വാഭാവികമാണ്. ഇനി അങ്ങനെയല്ല വേറെ ഏത് രീതിയിൽ സംഭവിച്ചാൽ പോലും അതവരുടെ പേഴ്സണൽ ചോയ്സാണ്. അത് ഇതുപോലെയൊക്കെയുള്ള ഒരു ടോക്സിസിറ്റിയിലേക്ക് പോകാതിരിക്കുന്നിടത്തോളം കാലം അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അവർ പിരിഞ്ഞുപോയ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഗോപി സുന്ദറും മോശമായിട്ട് പറഞ്ഞാൽ കേട്ടിട്ടില്ല, തിരിച്ച് അമൃതയും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അവർ ഈ പറയുന്നവർ ചിലപ്പോൾ അവരുടെ സൗഹൃദം ഉണ്ടാകാം, ഇല്ലായിരിക്കാം. അവരുടേതായ രീതിയിൽ മാന്യമായിട്ട് പിരിഞ്ഞുപോയി. പിന്നെ ആ വിഷയം നമ്മൾ അവിടെ എടുത്തിട്ടിട്ട് ഇതുകൊണ്ടാണ് നിങ്ങളുടെ ദേഷ്യം തോന്നിയതെന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. ദേഷ്യം തോന്നേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് അവിടെ. പിന്നെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടത് കണ്ടപ്പോൾ എനിക്കും സന്തോഷം തോന്നി. കാരണം അവരിൽ ചിലർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അമൃതയോടുണ്ടായിരുന്ന ചില ദേഷ്യം കുറഞ്ഞു, അല്ലെങ്കിൽ അമൃതയോട് തോന്നിയ സപ്പോർട്ട് അത് കൂടുതലായിട്ട് തോന്നി. ഇതുവരെയും അമൃതയോട് തോന്നാതിരുന്ന ഒരു പിന്തുണ അത് കൊടുക്കാൻ തോന്നിയൊക്കെ പലരും കമന്റ് ചെയ്ത് കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മളെ വാക്കുകൊണ്ട് ഒരു പിന്തുണയാകാൻ കഴിയുന്നെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമായിട്ട് കാണുന്നു. എന്തായാലും അങ്ങനെ ഒരുപാട് പേര് പിന്തുണച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് വളരെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്
സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അവസാനം പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സംസാരിക്കുന്നത് അമൃതയുടെ അനിയത്തിയാണ്. ഇവരോട് ചോദിക്കുന്നത് ഒരു സിംഗിൾ മദർ എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ വിവാഹബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അതുണ്ടാക്കിയ ട്രോമയിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്തു വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം അമൃതയുടെ അനിയത്തി പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളിത് കൺക്ലൂഡ് ചെയ്യും. മാരേജ് ട്രോമ ഓവർകം ചെയ്തു എന്നുള്ളത് അറിയില്ല, കുറേയൊക്കെ കരഞ്ഞു തീർത്തിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ മോളെന്നുള്ളൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രോമറ്റൈസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഫസ്റ്റ് തിങ് അതാണ് എനിക്ക് ചേച്ചിയുടെ കേസ്. അതായത് നമ്മുടെ നാട്ടിൽ വിക്ടിമാണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു വിക്ടിമിനെയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മുടെ വിഷമം നമുക്ക് കരയാൻ പോലും പറ്റാതെ നമ്മൾ സ്ട്രോങ് ആയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നൊരു വിക്ടിം നമ്മുടെ ഇവിടെ വളരെയധികം. ഇവിടെ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പു ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് തന്നെയാണ്, പാപ്പു നോക്കുന്ന തന്നെയാണ്. അപ്പോൾ പാപ്പുവിന് വേണ്ടി ഞാൻ പണിയെടുക്കണം, പാപ്പുവിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കണം, പാപ്പുവിനെ നോക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം, പാപ്പുവിനെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങനെ പോകുന്നു. അപ്പോൾ മാരേജ് ട്രോമയെന്ന് ഇങ്ങനെ വന്നെന്ന് വെച്ചാൽ ഇപ്പോഴും ട്രോമയെന്ന് പുറത്ത് വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ വാട്ട് എവർ ഹാപ്പൻ, ലൈഫ് ഷുഡ് മൂവ് ഓൺ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വിക്ടിം അതെങ്ങനെയാണ് ആ പ്രശ്നം ഓവർകം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും ആ വിക്ടിം ഷെയിം ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ് സിദ്ദിഖിനെതിരെ ഉണ്ടായ ആരോപണം. അതിപ്പോൾ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ വിക്ടിമിൻ്റെ പേര് നമ്മൾക്ക് പറയാൻ പാടില്ല, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. ആ ഒരു വിഷയത്തിൽ ഒരു സൈഡിൽ ആ പെൺകുട്ടിക്ക് പിന്തുണ നൽകുമ്പോഴും മറു സൈഡിൽ നിന്ന് ആ പെണ്ണിനെ വിക്ടിം ഷെയിം ചെയ്യുക, അതും പ്രമുഖരായ ചില വ്യക്തികളാണ്. ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഏതോ ഒരു കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് ആ പെൺകുട്ടിയെ വിക്ടിം ഷെയിം ചെയ്യുക, സ്ലട്ട് ഷെയിം ചെയ്യുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ചില വിഷവിത്തുക്കൾക്കുള്ള ഒരു സ്വഭാവമാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, അമൃത ഒരു സുപ്രഭാതത്തിൽ ഈ ട്രോമയിൽ നിന്ന് പുറത്തു വന്ന ആളല്ല. അവരതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി, കുറേയൊക്കെ കരഞ്ഞു തീർത്തു, കുറേയൊക്കെ ഈ ട്രോമ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് വന്നത്. ഇത് മറ്റേ പെൺകുട്ടിയുടെ കേസിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരുപാട് സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമം, അല്ലെങ്കിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിനുണ്ടാകുന്ന ഒരു മുറിവ് പോലെയല്ല മനസ്സിനുണ്ടാകുന്ന മുറിവ്, അത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഉണങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ മുറിവ് വീണ്ടും കീറി മുറിച്ച് അതിനകത്തേക്ക് മുളക് പൊടി വാരിയിടുന്ന പോലുള്ള പ്രവൃത്തിയാണ് വിക്ടിം ഷെയിം ചെയ്യുന്ന വിഷജന്തുക്കൾ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് നിങ്ങൾ പിന്മാറിയേ പറ്റുള്ളൂ. അതുകൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും പാപ്പു അവരുടെ ജീവിതത്തിൽ വലിയൊരു ഫാക്ടറാണെന്ന് പറയുന്ന ആ ജീവിതം നിലനിർത്താനായിട്ട് വളരെ നല്ല കാര്യം. ജീവിക്കാൻ വേണ്ടി നമ്മൾക്കൊരു റീസൺ ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ റീസണായി തീരുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമൃതയുടെ ഈ വിഷയത്തിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതോടെ അവരുടെ ജീവിതത്തിലേക്ക് കുറച്ച് സന്തോഷമെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അത് നമ്മൾ ചെയ്ത വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.